ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് എൻ്റെ അഡീനിയം കളക്ഷൻ? സൂപ്പറല്ലേ? ഇത്തവണ പൂവിട്ട് നിൽക്കുന്ന കാണാൻ എന്താ ഭംഗിന്ന് നോക്കിയേ. ഇത്രയും കുറേ നാളിന് ശേഷം, അതായത് 8-10 വർഷം കൊണ്ടുള്ള കളക്ഷനാണ്. ഇപ്പോഴാണ് എനിക്ക് ഇത്രയും ഒരുമിച്ച് പൂവിട്ട് കാണാൻ പറ്റിയത് കേട്ടോ. അതായത് ഇതിൻ്റെ കെയറിങ് ഭയങ്കര കഷ്ടപ്പാടാണെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അതായത് ഇതിന് മഴ കൊണ്ടാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. കറക്റ്റ് സമയത്തിന് ഇതിന് ഫെർട്ടിലൈസിങ് കറക്റ്റ് സമയത്തിന് കൊടുക്കണം. അതുപോലെ ഡിസിൻഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മരുന്ന് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളിലെല്ലാം ഒരിനം മൈറ്റ്സ് വന്നിട്ട് അത് നശിപ്പിച്ച് കളയും. അപ്പോൾ സമയാസമയം ഇതിന് പിന്നെ ഫംഗിസൈഡും പെസ്സൈഡും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതിനെ നമുക്ക് ശരിക്കും സംരക്ഷിച്ചെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇത് കുറേ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തോളമായിട്ട് ഞാനിങ്ങനെ ഓൺലൈനിൽ നിന്ന് തന്നെ മേടിച്ച് കളക്ട് ചെയ്തതാണ്. പിന്നെ കുറേ ഞാൻ മേടിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 100-100ഓളം പ്ലാന്റ് ഞാൻ മേടിച്ചതുണ്ട്. ഒരുപാട് വലിയ വില കൊടുത്തിട്ടൊന്നുമല്ല, തീരെ കുഞ്ഞു പീസാണ് ഞാൻ വാങ്ങി അതിനെ കഷ്ടപ്പെട്ട് വളർത്തി ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതാണ്. ഇതിൽ നാടൻ പ്ലാന്റ്സ് ഉണ്ട്. ഇതൊക്കെ നാടനാണ്. ഇതൊക്കെ നാടനെന്ന് പറഞ്ഞാൽ സീഡ്ലിംഗ് ആണ്. ഇതെല്ലാം ഞാൻ വിത്തിട്ട് മുളപ്പിച്ചെടുത്തതാണ്. ആദ്യം 1-2 ചെടിയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് അതിൽ വിത്തുണ്ടാവുമല്ലോ, അതിൽ നിന്നെടുത്തതാണ്. അതെന്നാൽ പൂവിട്ടിട്ടില്ലതേ, മറ്റുള്ളതാണ് പൂവിട്ടതല്ല. ഈ വർഷം ഇത്രയും പൂ ഒരുമിച്ച് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കെയറിങ് കാരണം നമ്മളിതങ്ങ് ഒഴിവാക്കിയാലോ എന്ന് പലവട്ടം ആലോചിക്കും. എന്തുകൊണ്ടെന്നല്ല ഭയങ്കര കഷ്ടപ്പാടാണ്. ഞങ്ങൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിങ്ങനെ നോക്കാനും ഇതിന് കറക്റ്റ് കെയറിങ് കിട്ടില്ല. ഇതിനെന്നല്ല, എല്ലാ ചെടികൾക്കും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇതിന് മഴക്കാലത്ത് നല്ലപോലെ കെയറിങ് കൊടുത്തില്ലെങ്കിൽ ഇത് ശരിക്കും പെട്ടെന്ന് ചീഞ്ഞു പോകും. അതൊരു കാരണം. പിന്നെ പറ്റിയാൽ വർഷാവർഷം 2 വർഷം കൂടുമ്പോഴെങ്കിലും ഇതിനെ കറക്റ്റായിട്ട് റീപ്പോർട്ട് ചെയ്യണം. റീപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര പാടല്ലേ. മണ്ണെല്ലാം മാറ്റി പുതിയ മണ്ണാക്കി അതിൽ വളവും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് കുറച്ച് ദിവസം ഇട്ടിരുന്നാണ് പോട്ട് ചെയ്യാനുള്ളത്. സോറി, അതെല്ലാം ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ വിചാരിക്കും, എന്തൊരു കഷ്ടപ്പാടാണ്, ഇത് വേണ്ടാന്ന് തോന്നും. കാരണം വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ നമുക്ക്. അതിൻ്റെ ഒപ്പം ഒരു ഹോബി എന്നോണം ചെയ്ത് തുടങ്ങിയതാണ്. എല്ലാ വർഷവും വിചാരിക്കും ഇതങ്ങ് കൊടുക്കാം, മഴയത്ത് ഇതിങ്ങനെ നീണ്ട് വളർന്ന് വല്ലാണ്ട് നിൽക്കുന്ന കാണുമ്പം ഇതങ്ങ് കൊടുക്കാം, മതി, നമ്മുടെ ആഗ്രഹം കഴിഞ്ഞല്ലോ. ഏട്ടൻ എപ്പോഴും പറയും, നമുക്ക് മതിയടി ഇത് ഇങ്ങനെ നോക്കാൻ കഷ്ടപ്പാടാണ്, യാത്രകളിലൊക്കെ ആരെങ്കിലും വന്ന് നോക്കാനുമില്ല, വെള്ളം ഒഴിക്കാൻ ആളില്ല, മതി, നമുക്ക് ഒഴിവാക്കാമെന്ന്. ഈ വർഷം ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം ഇങ്ങനെ വളർന്ന് കമ്പെല്ലാം നീണ്ട് വല്ലാണ്ട് നിന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ മഴ ഭയങ്കര മഴയായിരുന്നില്ലേ, എല്ലാം കൂടെ കംപ്ലീറ്റ് പിന്നെ